നട്ടുച്ചയ്ക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ കരയോട് കിന്നാരം പറയുന്ന കടലിനെ കാണാം. നല്ല രസമാണ്. വേനൽ ചൂടിൽ പാറയും മണൽത്തരികളും ചുട്ടുപഴുത്ത് കിടക്കുന്നു. ഇടയ്ക്കിടെ വീശുന്ന കടൽക്കാറ്റിനോട് ഉയലാടി നൃത്തം വയ്ക്കുന്ന കൃഷ്ണപ്പരുന്തുകൾ. ചൂട് വകവയ്ക്കാതെ കടലെന്ന ലഹരി ആസ്വദിക്കുന്ന ഏതാനും പേർ, ഒപ്പം ഞാനും. കൊറ്റികൾ മീൻ പിടിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഈ തടാകം ഇവിടെ പുതിയതാണ്. മണൽ കയറി മൂടിയ മുതലപ്പൊഴിയാണിവിടം. ഇവിടെ മുൻപ് ആഴമുള്ള ജലപ്പരപ്പിനു മേലെ മത്സ്യബന്ധന ബോട്ടുകൾ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചിരുന്ന ഒരു ജലപാതയുണ്ടായിരുന്നു. ഇന്ന് കഥയാകെ മാറി. കായലിൻ്റെ മുഖത്തേക്ക് കടൽ കോരിയിട്ട വൻ മണൽക്കൂന മത്സ്യബന്ധന തൊഴിലാളികളുടെ അന്നം മുടക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പെരുമാതുറ കടൽപ്പാലത്തിൻ്റെ താഴെ ഉള്ള ആ ജലപാത ഇന്ന് സഞ്ചാരയോഗ്യമല്ലാതെയായി മാറിയിരിക്കുകയാണ് എന്നതാണ്. കുറച്ച് നാൾ മുമ്പ് നമ്മളിവിടെ വന്നിരുന്നു ചാനലിലേക്ക് ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി. അന്ന് പെരുമാതുറ കടൽപ്പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇവിടുത്തെ കാഴ്ചകൾ മാസങ്ങൾക്ക് മുമ്പ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത്രയ്ക്ക് സുന്ദരമായിരുന്നു ആ കാഴ്ച. ഇതുവഴി സഞ്ചരിച്ച് മണലിൽ അടിതട്ടി തകർന്ന ബോട്ടുകൾ ഒന്നും രണ്ടുമല്ല. പെരുമാതുറ പാലത്തിന് സമീപമാണ് നമ്മളുള്ളത്. അവിടെ ആംബുലൻസും ധാരാളം പോലീസ് വാഹനങ്ങളൊക്കെ കിടപ്പുണ്ട്. ദൂരെ മണൽത്തിട്ടയിൽ തന്നെ ഒരുങ്ങിയിരിക്കുന്ന സമരപ്പന്തലും. ദീർഘകാലമായി മത്സ്യബന്ധന തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്ന ഒരു ജലപാത ഇപ്പോൾ മണൽ മൂടി കിടക്കുന്ന അവസ്ഥയിലാണ്. ഈ വല വീശുന്നത് കാണാൻ എന്ത് രസമാണ്. പക്ഷേ ഈ സ്ഥലം നിങ്ങൾക്കറിയോ ഏതാന്ന്? ഒരു 3 ആഴ്ച മുമ്പ് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരാളിന് ഇവിടെ ഇറങ്ങി നിൽക്കാൻ കഴിയുമായിരുന്നില്ല. ഈ കാണുന്ന രീതിയിലുള്ള ഒരു മണൽ കൂമ്പാരവും അന്ന് ഉണ്ടായിരുന്നതുമില്ല. പെരുമാതുറ പാലത്തിനടിയിലൂടെ കായലിൽ നിന്ന് കടലിലേക്ക് പോകുന്ന ഒരു ജലപാതയുണ്ടായിരുന്നു. 100 കണക്കിന് മത്സ്യബന്ധന ബോട്ടുകൾ അങ്ങോട്ട് കടലിലേക്കും തിരിച്ച് കടലിൽ നിന്ന് കായലിനോട് ചേർന്ന് കിടക്കുന്ന പെരുമാതുറ ഹാർബറിലേക്കും ബോട്ടുകൾ വന്നുകൊണ്ടിരുന്ന ഒരു ജലപാതയായിരുന്നു ഇത്. ഇപ്പോൾ ഇവിടെ മണൽ കൂമ്പാരമാണ്. ഇതാണ് പെരുമാതുറ പാലം. ഈ പാലത്തിൻ്റെ അടിയിലൂടെയാണ് ഇടതുവശത്തെ കായലിലേക്കും വലതുവശത്തെ കടലിലേക്കും ബോട്ടുകൾ മുൻപ് യഥേഷ്ടം സഞ്ചരിച്ചിരുന്നത്. കടലിലേക്ക് പണിക്ക് പോകാൻ കഴിയാതായതോടെ കടലിൻ്റെ മക്കൾ പട്ടിണിയിലാണ് എന്നവർ പറയുന്നു. ധാരാളം ബോട്ടുകൾ കായലിൽ വെറുതെ കെട്ടിയിട്ടിരിക്കുന്നത് കാണാനാകും. ഒരു ഡ്രഡ്ജർ എത്തിച്ച് മണൽ നീക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു തുടങ്ങി. പക്ഷേ അത് പര്യാപ്തമല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിഞ്ഞ് നീണ്ടുപോകും. ഒരു അവസാന തീരുമാനം എന്ന് വെച്ചാൽ ഈ പ്രദേശം മൊത്തം വെള്ളത്തിലാവും. വക്കം, അരയതുരുത്തി, കടകം, തെക്കേവിള, ഇവിടെയെല്ലാം, പിന്നെ അഴൂർ ഭാഗം, ഇവിടെയെല്ലാം വെള്ളം കയറി തുടങ്ങി. അപ്പോൾ അവിടെയെല്ലാം വെള്ളം കയറി തുടങ്ങി. ആ വെള്ളങ്ങൾ നിന്ന് അവിടെയെല്ലാം പ്രശ്നമായി. എല്ലാവരും കൂടെ വന്ന് ഇവിടെ വീട് വെച്ച് താമസിക്കാനാണ് പ്ലാൻ. വീട്ടിൽ പോകണില്ല, ഇവിടെ ഇട്ട് വ്യാപിച്ച് കുടിച്ച് ഇവിടെ. ഇത് കഴിഞ്ഞ് നേരെ ഹൈവേയിലേക്ക് തിരുവനന്തപുരത്തോട്ട് ചെല്ലും. ഹൈവേ റോഡല്ല, ഇനി ചത്താലും ശരി, വെടിവെപ്പ് വന്നാലും ഇതിനെ ഏറ്റുമുട്ടുമെന്നുള്ളൊരു തീരുമാനത്തിൽ അവരങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഇതിലൊന്നും ഉള്ള ആളല്ല. ഞാൻ ഈ പ്രദേശവാസിയാണ്, ഇവിടെ ഉള്ള സ്വന്തം ആൾ തന്നെ, ഈ നാട്ടിൻ്റെ മക്കളിലുള്ള തന്നെ. ഞാൻ മഴക്കാലം അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ. മഴക്കാലം അല്ലെന്ന് വെച്ചാൽ രണ്ടര മാസത്തോളം പിടിക്കില്ല ഇനി മഴ വരാൻ. ഇപ്പം രണ്ട് മാസത്തിൽ കൂടുതലും ഇത് ഇങ്ങനെ ഇട്ട് പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. ഇതിന് ശാശ്വത മാർഗ്ഗമെന്ന് വെച്ചാൽ ഏത് ടീമിൻ്റെ അടുത്ത് മണ്ണ് വാരിക്കേണ്ടി പോകുമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഓർഡർ ഇട്ടെങ്കിൽ അവർ വാരിക്കേണ്ടി പോയാൽ, അല്ലെങ്കിൽ ഒരു കൂപ്പൺ അടിച്ചേ
കൂപ്പൺ അടിച്ച് പാസിൽ മണ്ണ് മാറിക്കണം ബോർഡർ ഇട്ടാൽ ഇപ്പൊ മണ്ണെല്ലാം കൂടെ മാറി കിട്ടും. പക്ഷേ ഈ മണല് വേറെ ഉപയോഗിക്കാൻ പറ്റും. ഇത് കെട്ടിടം വയ്ക്കാൻ എടുക്കാം, നല്ല മണ്ണാണ്. പക്ഷെ ഉപ്പല്ലേ ഇത്? ഉപ്പ് അത് അങ്ങനെ ഇട്ടേക്കുമ്പോൾ അങ്ങ് പോകും. ഇത് എളുപ്പ വഴിയെന്ന് വെച്ചാൽ പാസ് അടിച്ചിട്ട് ഇവിടെ നിന്ന് മണ്ണ് കൊടുക്കുമെന്നുള്ള ഒരു ഇത് വെച്ചാൽ പാസിൽ ഇപ്പോൾ ഇത്രയും ആളുകൾ പാസിൽ ഗവൺമെൻറ്റിൻ്റെ മണ്ണിന് റേറ്റുണ്ട്. ആ റേറ്റിൻ്റെ പാസ് പോലീസുകാർ രണ്ട് ഭാഗത്തും ഈ റോഡിൻ്റെ രണ്ട് ഭാഗത്തും കിടക്കുക, ഉദ്യോഗസ്ഥരും ആ വണ്ടിയുടെ അടുത്ത് കാണുക. എന്നിട്ട് ഇത് എത്ര വേണമെങ്കിലും അടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞാൽ അവർ തന്നെ അവർ കയറ്റിക്കോളും. മറ്റവന് JCBക്ക് ക്വാരി ഇടുന്നവന് ഫീസുണ്ട്. ഒരു വണ്ടിക്ക് ഇത്രയൊന്നും. ഈ ഒരു പ്രതിഭാസം മുമ്പ് എക്കാലം ഉണ്ടായിട്ടുണ്ട്? ഇപ്പോൾ 10 വർഷമായിട്ടില്ലായിരുന്നു. 10 വർഷത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. 10 വർഷത്തിന് മുമ്പ് ഇങ്ങനെ കിടന്ന സ്ഥലം തന്നെ. ഇവിടെ ഒരുപാട് 10 വർഷത്തിന് ശേഷം വന്നത് 100 പേര് മരിച്ചിട്ടുണ്ട്. അത് ഈ മണൽ കയറി വരുന്നതല്ല, ഇത് കുറച്ചുകൂടെ വീതി കൂട്ടണമായിരുന്നു. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ഇത്ര വീതി മതിയെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ ചെയ്തതാണ്. അന്ന് ഇത്ര മതി എന്ന് പറഞ്ഞ് ചെയ്തതാണ്. EK നയനാർ ഇരുന്നപ്പോഴാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. EK നയനാരുടെ പ്രതിമയൊക്കെ ഇതുപോലെ അവിടെയുണ്ട്. അവിടെയാണ് ഉദ്ഘാടനം ചെയ്ത തറക്കല്ല്. ഇതോ അവിടെയാണ് ഇതുപോലെ സ്റ്റേജില്ലേ, ഇതോ ഇരിക്കുന്നുണ്ട്. ഇതുകൊണ്ട് EK നയനാർ ഉദ്ഘാടനം ചെയ്ത് ഇതോ ഇരിക്കണം. ഇതുകൊണ്ട് കാണുന്നുണ്ട് ആ സ്റ്റേജിന്റെ അപ്പുറത്ത്. അപ്പൊ നയനാർ ഉദ്ഘാടനം ചെയ്തത് മാത്രമല്ല, വക്കം പുരുഷോത്തമൻ പിന്നെ കേന്ദ്രമന്ത്രി അവരെല്ലാരും കൂടെയൊക്കെ ഇഷ്ടം പോലെ പൈസ ഇട്ടാണ് പിന്നെ അവര് ഇതിത്രയും ചെയ്തെടുത്തത്. പക്ഷെ ഇത് മതിയാവുമെന്ന് വിചാരിച്ച് അന്ന് വന്ന എഞ്ചിനീയേഴ്സേ. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വീതി വേണം, കുറച്ചുകൂടെ ഇതിന്റെ കുറച്ചുകൂടെ ഇരട്ടി വീതിയും വേണം. അങ്ങ് ഉള്ളിലോട്ട് ഇഞ്ഞ് കല്ലടിച്ച് കയറിയാലേ പറ്റും. ഈ മണ്ണ് മാറാനായിട്ട് ഇപ്പൊ ഇത് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ആർക്കും മണ്ണെടുക്കാന്ന് പറഞ്ഞൊരു പ്രത്യേക പാസ് നമ്മൾ ഗവൺമെന്റിന്റെ മൊത്തം എല്ലാ ആപ്പുകളിലും അടിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും മണ്ണ് തരാന്ന് വെച്ചാൽ എല്ലാവരും വന്നിട്ട് അപ്പൊ ഗവൺമെന്റിന് പൈസ കിട്ടുമല്ലോ. അവര് കൊടുക്കുന്നില്ല, അപ്പൊ ഇത് മൊത്തത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ചെറിയ മെഷീൻ ഇട്ട് അടിച്ചാൽ മതി. അത് ഈ കാണുന്നതേ ഈ ചെറിയ മെഷീനിൽ അടിക്കാൻ പറ്റും. ഈ ചെറിയ മെഷീനിൽ അടിച്ച് എത്തൂല, ഒരു മാസം അടിച്ചാൽ പോലും തീരൂല. അപ്പോൾ ഈ കടലിൻ്റെ മക്കളായ ആൾക്കാരുടെ ചില അഭിപ്രായങ്ങളാണ് നമ്മളിങ്ങനെ കേട്ടത്. ഇവിടെ ഒരു കൊച്ചു ഡ്രഡ്ജറാണ് ഉള്ളത്. അതുകൊണ്ട് ആവശ്യത്തിനത്ര മണൽ കാര്യക്ഷമമായ രീതിയിൽ ഇവിടെ നിന്ന് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ മാറ്റപ്പെടുക എന്നത് സാധ്യമല്ല എന്നാണ് അവർ പറയുന്നത്. കൂടുതൽ ഡ്രഡ്ജറുകൾ, വലിയ ഡ്രഡ്ജറുകൾ കൊണ്ടുവന്ന് എത്രയും വേഗം ഈ മണൽ മുഴുവൻ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ മാത്രമേ ഇതിനൊരു പരിഹാരമുണ്ടാകൂ എന്നും അവർ പറയുന്നു. ഒപ്പം അവരുടെ സഹോദരങ്ങളായിട്ടുള്ള ആൾക്കാർ ഇവിടെ സമരപദ്ധതികളുമായി ഇന്നു മുതൽ മുന്നോട്ട് പോവുകയാണ്. സമര പന്തലൊരുങ്ങിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതിയുടെ ഒക്കെ തീരുമാനവും എന്നാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡ്രഡ്ജറിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഒരു സൈഡിലേക്ക് നിക്ഷേപിച്ച മണൽ കൂമ്പാരത്തെ നമുക്കിവിടെ നിന്ന് കാണാവുന്നതുമാണ്. നമ്മളിവിടെ വരുന്നത് സ്വാഭാവികമായിട്ടും കടൽ കാണുക, തീരം കാണുക, തിര കാണുക മുതലായിട്ടുള്ള വിനോദ പരിപാടികൾക്കായിട്ടാണ്. എന്നാൽ ഓരോ സ്ഥലവും ചില ആൾക്കാരുടെ അന്നമാണ്, ജീവിത മാർഗമാണ്. വിശപ്പാണ് അവരുടെ മുന്നിലെ മുഖ്യ വിഷയവും. പെരുമാതുറയിലെ മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കണ്ടതിന് ശേഷം നമ്മൾ വന്നത് പുതിയ ഒരു കടപ്പുറത്തെ തേടിയാണ്. പുതിയ കടപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാത്രം ജനശ്രദ്ധ കിട്ടിയ ഒരു മനോഹരമായ കടൽ തീരത്തിലേക്കാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, വാർത്തകളിൽ നമ്മളെല്ലാം കണ്ടതുമാണ്. തുമ്പ കടൽ തീരം വളരെ ദീർഘമായ ഒരു സ്ട്രെച്ചാണ്, മണൽ തീരമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണ രീതിയിൽ അത്രയധികം വിസിറ്റേഴ്സ് വന്നു തുടങ്ങിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് മാലിന്യ മുക്തമായി കിടക്കുന്ന ഒരു തീരം. അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. കടൽക്കാറ്റേറ്റ് സായം സന്ധ്യകൾ ചെലവഴിക്കാനായി ഇവിടെ വരുന്ന ആൾക്കാർ ഒറ്റയ്ക്കും തെറ്റായും കുടുംബമായിട്ടും ഒക്കെ ഇപ്പോൾ ദിനംപ്രതി കൂടിക്കൂടി വരുന്ന ഒരു കാഴ്ചയാണ്. തിരയടിക്കുന്ന കടലിൻ്റെ തീരത്തോട് ചേർന്ന ഭാഗം നന്നായിട്ട് കലങ്ങുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് കാണാം, ആ മണലും ഒരു മഞ്ഞ നിറം കലർന്നിട്ടാണ് തിരയിലെ ആ ജലത്തെ നമുക്ക്
അതിൻ്റെ സാന്നിധ്യം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുക. തുമ്പ കടൽ തീരം കണ്ടിട്ട് പിന്നെ വന്നത് വിഴിഞ്ഞത്തേക്കാണ്. വിഴിഞ്ഞം ഹാർബറിൻ്റെ ഒരു പരാമർശം പെരുമാതുറ നിന്ന് ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ഈ സ്ഥലത്തേക്ക് വന്നത്. വിഴിഞ്ഞത്ത് ഒരു ഹാർബർ വന്നതിന് ശേഷമാണത്രേ ഇത്രയധികം രൂക്ഷമായ രീതിയിൽ മണലടിച്ച് പൊഴി മൂടിയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയതെന്ന് ചിലർ പറഞ്ഞു. പക്ഷേ വികസനത്തോട് നാം എതിരഭിപ്രായം പറയുന്നതിനോട് എനിക്കും തീരെ യോജിപ്പില്ല. വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഒരു സ്വപ്ന പദ്ധതി തന്നെ ആയിരുന്നല്ലോ. ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കൂറ്റൻ കപ്പലുകളാണ് ഈ തുറമുഖത്തേക്ക് വരുന്നത്. ഈയിടെ വന്ന MSC തുർക്കി ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലാണെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.